ഹലോ നമസ്കാരം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറി റിവ്യൂ ആട്ടോ പറയാൻ പോകുന്നത്. അങ്ങനെ വൈജയെ ഹോസ്പിറ്റലിൽ ഒരുപാട് ദിവസം കിടത്തുന്നുണ്ട് കേട്ടോ. കാരണം ഒരുപാട് ഇഞ്ചുറി ഉണ്ട്. കയ്യിനും കാലിനൊക്കെ ഫ്രാക്ചർ ഉണ്ട്. അതുപോലെ താടിയെല്ലിന് ഫ്രാക്ചർ, മുഖത്തും തലയ്ക്കൊക്കെ ഇഞ്ചുറി ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരുപാട് ദിവസം ഹോസ്പിറ്റലിൽ കിടത്തുന്നുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിലാകുമ്പോൾ സിസ്റ്റേഴ്സ് തന്നെ നോക്കും, പരിചരിക്കും ഒക്കെ ചെയ്യും. പക്ഷേ വീട്ടിലാകുമ്പോൾ നോക്കാനായിട്ട് കെയർ കൊടുക്കാനൊക്കെ ആയിട്ട് എന്താണെങ്കിലും ഒരാൾ വേണമല്ലോ. അപ്പം അത് സ്വന്തം മകൾ നോക്കുന്നതിനേക്കാൾ അപ്പുറം വേറൊരാൾക്കും നോക്കാൻ പറ്റില്ല എന്നൊരു ബാലചന്ദ്രന് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അലീനയാണ് ആ ഉത്തരവാദിത്വം ബാലചന്ദ്രൻ ഏൽപ്പിക്കുന്നത്. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ എവിടേക്കാണ് കൊണ്ടുപോകുക, വൈജയെ എങ്ങോട്ടാണ് കൊണ്ടുപോകുക എന്നുള്ള ഒരു ആശങ്ക അലീന ബാലചന്ദ്രനുമായിട്ട് പങ്കുവെക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, അച്ഛാ അമ്മയെ ഡിസ്ചാർജ് ചെയ്താൽ ഇങ്ങോട്ടാണോ കൊണ്ടുവരുമോ അതോ അവർ കൊല്ലപ്പള്ളിക്കാർ അങ്ങോട്ടേക്ക് കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോകുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അറിയില്ല മോളെ, അവരങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ വൈജ എൻ്റെ ഭാര്യയാണെങ്കിൽ, എൻ്റെ ഭാര്യയായിട്ട് അവൾക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും അതിന് നിൽക്കാൻ പാടില്ല. കാരണം എൻ്റെ കൂടെ തന്നെ ഞാൻ കൊണ്ടുവരും, ഞാൻ ഇങ്ങോട്ടേക്ക് നമ്മുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരും വൈജയെ എന്ന് പറയട്ടോ. അതിനെ അവർ സമ്മതിക്കാതെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാക്കിയാലോ വെച്ചാന്ന് ചോദിക്കുമ്പോൾ അതിനൊക്കെ അവർക്ക് കൊടുക്കാനുള്ള മറുപടി എൻ്റെ കയ്യിലുണ്ട് മോളെ, നീ അത് പേടിക്കണ്ട, വൈജ ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവരും. ആരൊക്കെ നോക്കിയാലും നീ നോക്കുന്നത് പോലെ നിൻ്റെ അമ്മയെ നോക്കാൻ വേറൊരാളെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അലീന പറയുന്നുണ്ട്, ഞാൻ പൊന്നു പോലെ നോക്കുക വെച്ചാൽ ഞാൻ രക്ഷിച്ചെടുക്കും. എന്നോട് എന്തൊക്കെ ദേഷ്യം കാണിച്ചാലും ശത്രുത കാണിച്ചാലും എൻ്റെ അമ്മയല്ലേ വെച്ചാൽ ഞാനത് കറക്റ്റായിട്ട് ഭംഗിയായിട്ട് ഞാൻ എൻ്റെ അമ്മയെ നോക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് നീ നിൻ്റെ അമ്മയല്ല എങ്കിൽ പോലും നോക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, എന്നാലും ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ഡോക്ടേഴ്സ് പറയുന്നുണ്ട്, ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് 2 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറയുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഡിസ്ചാർജ് ചെയ്താലും വേണ്ട കെയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വേണ്ടേ ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും വേണം, അതിന് നിങ്ങളൊരു പ്രത്യേകമായിട്ടൊരു ഹോം നേഴ്സിനെ തന്നെ വേണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ലാതെ നിങ്ങളെ കൊണ്ട് നോക്കാൻ പറ്റത്തില്ല. അതുപോലെ അതും സ്ത്രീകൾ ആരെങ്കിലും തന്നെ ഹോം നേഴ്സായിട്ട് നിങ്ങൾ നിർത്തണം. എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടി വരും. കാരണം പേഷ്യൻറ്റിന് ശരീരം അനക്കാനും ഒക്കെ ഒരുപാട് കാലതാമസം എടുക്കും. കാരണം അതുപോലെ സംസാരിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഭക്ഷണം കൊടുക്കാനും എല്ലാ കാര്യത്തിനും ഒരാളുടെ സഹായം തന്നെ വേണം. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റില്ല. വീട്ടിൽ മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാം, പക്ഷേ നിങ്ങൾക്ക് ചെറിയ മക്കളല്ലേ, ശരിക്കും ഒരു ഹോം നേഴ്സിനെ വെക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല ഡോക്ടർ, അതിനൊക്കെ ആളുണ്ട് എന്ന് ബാലചന്ദ്രൻ പറയാം കേട്ടോ. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, അന്ന് ഇവിടെ അഡ്മിറ്റായ കുട്ടിയില്ലേ അലീന, അവൾ ഹോം നേഴ്സ് അല്ലേ, അവൾ നോക്കത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ ഡോക്ടർ, അവൾ ഹോം നേഴ്സ് തന്നെയാണ്, അവൾ നോക്കും, എല്ലാ കാര്യങ്ങളും അവൾ നോക്കിക്കോളും, ഭംഗിയായിട്ട് ചെയ്തോളും എന്ന് പറയുമ്പോൾ ആ കുട്ടിയാണെങ്കിൽ പിന്നെ പേടിക്കണ്ട, ആ കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ, അവൾ ചെയ്തോളും എന്ന് ഡോക്ടർ തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ സംസാരമൊക്കെ കേട്ടിട്ട് നമ്മുടെ രാജീവും ശിവേട്ടനും കൂടി വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ വൈജയെ 2 ദിവസത്തിനകം ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് പറഞ്ഞത് എന്ന് പറയാട്ടോ. അതെന്താ ഡോക്ടർ ഞങ്ങളോട് പറയാഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ വൈജയുടെ കാര്യത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ള വ്യക്തി ഇവിടെ ഉള്ളത് ഞാനാണ്, അവളുടെ ഭർത്താവ്. അപ്പോൾ എന്നോടല്ലേ സംസാരിക്കേണ്ടത്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കേൾക്കണമെങ്കിൽ നിങ്ങൾ കൂടെ വരണമായിരുന്നു, നിങ്ങളോട് ഞാൻ പറഞ്ഞോ വരണ്ട, സംസാരിക്കുന്നത് കേൾക്കണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയണം. അല്ല ഒരു കാര്യം ചോദിക്കട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ, ഡിസ്ചാർജ് ചെയ്തിട്ട് എങ്ങോട്ട് കൊണ്ടുപോകാനാണ് ബാലചന്ദ്രൻ്റെ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ വൈജി എവിടെയാണോ താമസിച്ചിരുന്നത് അങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുപോകുമെന്ന് പറയട്ടോ. അവിടെ താമസിക്കുന്നത് അവൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്, വീണ്ടും അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല, അവളെ ഞങ്ങൾ കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോയിക്കോളാം എന്ന് പറയട്ടോ. ഓക്കെ ശരി, നിങ്ങൾ കൊണ്ടുപോക്കോ, എന്നിട്ട് കൊല്ലപ്പള്ളിയിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ്, ആ അമ്മയെ ആ ഇരുട്ടുമുറിയിൽ ഇട്ടിട്ട് നിങ്ങളുടെ ഭാര്യ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നതെന്നൊന്നും എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ്ട, എൻ്റെ ഭാര്യ ഇനി അവിടെ കൊണ്ടുവന്നിട്ടിട്ട് കൂടുതലായിട്ട് നരകിപ്പിക്കണോ എന്ന് ചോദിക്കുമ്പോൾ ഓ ഭാര്യ എന്നൊക്കെ വിചാരമുണ്ടോ ബാലചന്ദ്രനെ എന്ന് ചോദിക്കട്ടോ പരിഹസിച്ചുകൊണ്ട് രാജീവ്. ആ സമയത്ത് രാജീവിനോട് പറയേണ്ടത്, നീ അധികം സംസാരിക്കേണ്ട രാജീവ, നിനക്ക് ഇവിടെ വെച്ചാണെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും എന്ന് പറയട്ടോ. ഇയാളെന്ന് പോയേ, ഇയാൾ എന്നെ തല്ലുവോ, എന്നാൽ തല്ല് ഇവിടെ വെച്ചിട്ട് തല്ലുവോ, തല്ലി നോക്ക് എന്ന് പറയുമ്പോൾ വായിലിരിക്കുന്ന നാവ് വായിലിരിക്കണം, എൻ്റെ നേരെ കുറച്ചുകൊണ്ട് സംസാരിക്കാൻ വന്നാൽ ചിലപ്പോൾ തല്ല് നല്ലത് കിട്ടുക തന്നെ ചെയ്യുമെന്ന് പറയാണ് ബാലചന്ദ്രൻ. അപ്പോൾ ശിവേട്ടൻ രാജീവിനെ അടക്കി നിർത്തുന്നുണ്ട്. രാജീവ നീ അടങ്ങ്, ഞാൻ സംസാരിക്കാം എന്ന് പറയുമ്പോൾ
ബാലചന്ദ്രൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, വൈജ അവിടെ നിന്ന് ഇറങ്ങി വന്നത് വൈജയ്ക്ക് അവിടെ താമസിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ എന്തായാലും അവളെ വീണ്ടും അവിടെ പ്രതിഷ്ഠിച്ചേക്കല്ലേ, അതുകൊണ്ട് വൈജയെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നില്ല, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം ഞങ്ങളുടെ വീട്ടിലേക്ക്. വൈജയുടെ മക്കളൊക്കെ ഞങ്ങളുടെ കൂടെയാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ, മക്കളൊക്കെ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്? രോഹിത്തും ബബിതയും ഞങ്ങളുടെ കൂടെ കൊല്ലപ്പള്ളിയിലാണ് ഉള്ളത് എന്ന് പറയണം. ശരി, അവർക്ക് കൊല്ലപ്പള്ളിയിലാണ് നിൽക്കാൻ താല്പര്യമെങ്കിൽ അവരവിടെ നിൽക്കട്ടെ. പക്ഷേ എൻ്റെ ഭാര്യയെ ഞാൻ എന്തായാലും തൽക്കാലം കൊല്ലപ്പള്ളിയിലേക്ക് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെ ഒരു അമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്, ഇപ്പോഴും എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കല്ലേ. ആദ്യം അതിനെ ഒന്ന് പരിചരിച്ച് അതിനൊന്ന് എഴുന്നേൽപ്പിച്ച് നടത്ത്, എന്നിട്ട് അടുത്ത ആളെ അവിടെ കൊണ്ടുപോയി കിടത്താം എന്ന് പറയാട്ടോ. അപ്പം ശരിക്കും ശിവേട്ടൻ്റെ വായ അടഞ്ഞു പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും ശരി, വൈജയെ ഞാൻ കൊല്ലപ്പള്ളിയിലേക്ക് അയക്കത്തില്ല, ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകും എന്ന് പറയണം. ആ സമയത്ത് മനു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ഇവിടെ പ്രശ്നം? എന്തൊക്കെ ഒച്ചപ്പാടാണ് ഇവിടെ കിടന്ന് ഉണ്ടാക്കുന്നത്? ഇതൊരു ഹോസ്പിറ്റലാണെന്ന് നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് ചോദിച്ച് രാജീവിനോടും ശിവേട്ടനോടും ദേഷ്യപ്പെടുക കേട്ടോ. ആ സമയത്ത് ശിവേട്ടൻ പറയുന്നുണ്ട്, ഇത് ഞങ്ങളോടല്ല നീ പറയേണ്ടത്, ഇയാളോടാണ്. ഇയാൾ വൈജയെ ഡിസ്ചാർജ് ചെയ്ത് ഇയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ, അതിലെന്താ കുഴപ്പം? ബാലചന്ദ്രനങ്ങളുടെ കൂടെ തന്നെയല്ലേ വൈജയന്റി പോവേണ്ടത്, അതല്ലേ വൈജയന്റിയുടെ വീട് എന്ന് പറയുമ്പോൾ രാജീവ് ചോദിക്കുന്നു, അല്ല മനു, നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, അവിടെ താമസിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ലേ വൈജ വീട് വിട്ടിറങ്ങിയത്? ആ സമയത്തല്ലേ വൈജയ്ക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചത്? ഇനിയും വൈജയെ ആ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി എന്നറിഞ്ഞാൽ ബോധം വരുന്ന സമയത്ത് വൈജ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? നീ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറയാട്ടോ. ആ സമയത്ത് രാജീവിൻ്റെ അടുത്തും ശിവേട്ടൻ്റെ അടുത്തും മനു പറയുന്നുണ്ട്, ഇപ്പോൾ ആൻറ്റിയുടെ ചിന്താഗതിയോ ആൻറ്റിയുടെ അഭിപ്രായമോ ഇവിടെ പരിഗണിക്കുന്നില്ല. ഇപ്പോൾ ആൻറ്റിയെ കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നില്ല, ആൻറ്റിയെ ബാലചന്ദ്രൻ അങ്കിളുടെ വീട്ടിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. അതിൽ ഇനി ആരും തടസ്സം പറയാനും ഇവിടെ പ്രശ്നം ഉണ്ടാക്കാനും നിൽക്കണ്ട എന്ന് പറയട്ടോ. നീ എന്തറിഞ്ഞിട്ടാണ് മനു സംസാരിക്കുന്നത് എന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് രാജീവ് കേട്ടോ. കൊച്ചച്ഛൻ ആദ്യം ഒന്ന് അടങ്ങി നിൽക്ക്, കൊച്ചച്ഛനെ ഇവിടെ നിന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയത് മതി, കൊച്ചച്ഛൻ്റെ ജോലി നോക്കി പോവാൻ നോക്ക്, നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പൊക്കും, ഇവിടെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാതെ പോകാൻ നോക്ക്. അതുപോലെ അച്ഛനും വന്ന വഴി തിരിച്ചു വിട്ടു, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനേ, ഇവിടുത്തെ കൊല്ലപ്പള്ളിയിലെ കാര്യങ്ങൾ നോക്കാൻ തൽക്കാലം ഞാൻ അവിടെ ഉണ്ടല്ലോ, അച്ഛനിവിടെ ജോലി കളഞ്ഞ് വന്ന് നിൽക്കേണ്ട കാര്യമില്ല. പിന്നെ നെടുമ്പരക്കിലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അത് അങ്കിൾ നോക്കിക്കോളും, അവിടെ പോയി കണ്ട് നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയണം. എന്നാലും മനു എന്ന് പറഞ്ഞ് വീണ്ടും സംസാരിക്കാൻ വരികയാണ് ശിവേട്ടൻ. അച്ഛാ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അങ്കിളുടെ കൂടെ തന്നെ വൈജയന്റി പോകുന്നു, നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ്? അമ്മ നോക്കുമോ മര്യാദക്ക്? അമ്മയ്ക്ക് അതും കൂടി ഒരു ബേർഡനാവും. അമ്മ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ അച്ഛന് വൈജയന്റിയെ വീട്ടിലേക്ക് ഈ അവസ്ഥയിൽ കൊണ്ടുവരാനായിട്ട്? എത്രയൊക്കെ സ്നേഹം പുറമെ അഭിനയിച്ച് കാണിച്ചാലും അമ്മയുടെ ഉള്ളിൽ വൈജയന്റിയുടെ സ്നേഹമൊന്നുമില്ല, വെറും വെറുപ്പും വിദ്വേഷവും മാത്രമേ ഉള്ളൂ. സ്നേഹപ്രകടനമൊക്കെ കാണിക്കുന്നേ ഉള്ളൂ മറ്റുള്ളവരെ. അപ്പോൾ അലീനയുടെ കാര്യം വന്നപ്പോൾ മാത്രമാണ് അവർ ഒന്നിച്ച് നിന്നിട്ടുള്ളത്, അല്ലാതെ എന്തെങ്കിലും കാര്യത്തിന് അവർ തമ്മിൽ ഒന്നിച്ച് നിന്നതായിട്ട് അച്ഛനൊന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ ആ ഒരു കാര്യം പറയുമ്പോൾ ശിവേട്ടനും മിണ്ടാതിരിക്കുന്നുണ്ട്. കാരണം വൈജയെ വീട്ടിലേക്ക് കൊണ്ടുവന്നാലും കമലെ നന്നായിട്ട് നോക്കത്തൊന്നുമില്ല, വീണ്ടും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് പിന്നെ ശിവേട്ടനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ ഒരു പുച്ഛഭാവത്തിൽ ഇങ്ങനെ ചിരിക്കുകയാണ്. അത് കണ്ടിട്ട് രാജീവിനൊക്കെ ഭയങ്കര ദേഷ്യം തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അലീന രേവതിക്കുട്ടിയെ ഫോൺ ചെയ്യുന്നതാണ്. രേവതിക്കുട്ടിയെ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ സംസാരിക്കുക കേട്ടോ. മോളെ, ഇവിടെ ആകെ പ്രശ്നമാണെന്നൊക്കെ പറയുമ്പോൾ, എന്താ ചേച്ചി, ചേച്ചിയുടെ അമ്മയെ ഡിസ്ചാർജ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ, നാളെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരും. എങ്ങോട്ടാണ് ചേച്ചി കൊണ്ടുവരുന്നത്? വീട്ടിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരും അതോ കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോകും ചോദിക്കുക കേട്ടോ. എനിക്കറിയില്ല മോളെ, ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ മതിയായിരുന്നു, ഞാനതാണ് ആഗ്രഹിച്ചിരിക്കുന്നത്, എനിക്ക് എൻ്റെ അമ്മയെ നോക്കാമല്ലോ എന്ന് പറയണം. അതിനിടയ്ക്ക് ഇവിടെ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായി മോളെ എന്ന് പറയാട്ടോ. എന്താ ചേച്ചി എന്ന് ചോദിക്കുകയാണ് രേവതിക്കുട്ടി. അപ്പോൾ അലീന എല്ലാ കാര്യങ്ങളും പറയാണ്. ഹരിയും കമലയൊക്കെ വന്നത് അലീനെ വീണ്ടും ഇറക്കി വിട്ടതും ബാലചന്ദ്രൻ വന്ന് എല്ലാവരെയും ചൂലെടുത്ത് തന്നെ അടിച്ചോടിച്ചതൊക്കെ പറയാട്ടോ. ഓ, ബാലചന്ദ്ര സാർ അത്രയൊക്കെ ചെയ്തോ? ഓ, എന്തൊരു നല്ല മനുഷ്യനാണ്, അങ്ങനെ വേണം, അവറ്റകൾക്ക് അങ്ങനെ തന്നെ കിട്ടണം, കിട്ടിയത് കുറഞ്ഞു പോയെന്ന് ചേച്ചി ഞാൻ പറയത്തുള്ളൂ, ഞാനെങ്ങാനും ആയിരുന്നെങ്കിലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ആവേശം കൊള്ളേട്ടോ. ഓ, നീയും കണക്കാ അച്ഛനും കണക്കാ, നിങ്ങൾ രണ്ടുപേരെ ഒറ്റ ചരടിൽ കെട്ടാമെന്നൊക്കെ അലീന ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ വർത്താനം പറഞ്ഞിട്ട് വെക്കട്ടെ. ഇനി ചേച്ചി ഇന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇനി എനിക്ക് അടുത്തൊന്നും വരാൻ പറ്റത്തില്ല മോളെ, അമ്മ ഇങ്ങോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ വരാനാണ് എന്ന് പറയാട്ടോ. എന്നാൽ വേണ്ട ചേച്ചി, ഞങ്ങളൊരു ദിവസം അങ്ങോട്ടേക്ക് വരാം എന്ന് പറയുന്നുണ്ട് രേവതിക്കുട്ടി. അങ്ങനെ ശരി മോളെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഫോൺ വെക്കാട്ടോ. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം വൈജയെ ഡിസ്ചാർജ് ചെയ്യുകയാണ്. ഡിസ്ചാർജ് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ ഭയങ്കര ദേഷ്യപ്പെട്ടാണ് രാജീവും ഒക്കെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ വീണ്ടും ശിവേട്ടൻ പറയുന്നുണ്ട്, നമുക്ക് വീട്ടിലേക്ക് കൊല്ലപ്പള്ളിയിലേക്ക്
ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ ആ സമയത്ത് കമലയും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കമല ദേഷ്യപ്പെടുന്നുണ്ട്. ശിവേട്ടൻ എന്താ ഈ പറയുന്നത്, കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോകാനോ, അവിടെ കൊണ്ടുപോയിട്ട് ആര് നോക്കാനാണ്, എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല കേട്ടോ എന്ന് പറയുന്നത്. ഒരു ഹോം നേഴ്സിനെ വെച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഹോം നേഴ്സിനെ വെച്ച് കഴിഞ്ഞാലും അതിന് ആര് ശമ്പളം കൊടുക്കും, നമ്മൾ കൊടുക്കണ്ടേ, എന്തിനാ വേണ്ടാത്ത വയ്യാവേലിയൊക്കെ എടുത്ത് തലയിൽ വെക്കുന്നത്, ബാലചന്ദ്രൻ തന്നെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാജീവും അത് കേട്ടിട്ട് അങ്ങനെ മിണ്ടാതെ നിൽക്കണം. അങ്ങനെ വൈജയെ ഡിസ്ചാർജ് ചെയ്തിട്ട് ആംബുലൻസിൽ കയറ്റിയിട്ട് തന്നെ കേട്ടോ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. കാരണം ഒരുപാട് ഫ്രാക്ചറും ഒക്കെ ഉള്ളത് കൊണ്ട് ആംബുലൻസിൽ കയറ്റിയിട്ട് തന്നെ കൊണ്ടുപോവാണ്. അങ്ങനെ വീട്ടിലാണെങ്കിൽ നമ്മുടെ അലീനയും കൃഷ്ണയും കാത്തിരിക്കുക കേട്ടോ. ബബിതയും രോഹിത്തും കൊല്ലപ്പള്ളിയിലാണല്ലോ, അങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ആംബുലൻസിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് മനു ഉണ്ട്, അതുപോലെ ശിവേട്ടനും രാജീവും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും വന്നിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ഇങ്ങനെ കടിച്ചിറക്കിയെങ്കിലും അവിടേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് കയറുന്നില്ല കേട്ടോ അവർ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ വീട്ടിലേക്ക് കയറണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എൻ്റെ മോളെ ഇറക്കി വിടാനോ എൻ്റെ വീട്ടിൽ കയറി ഭരണം നടത്താനോ ആയിട്ട് ആരും ഇങ്ങോട്ടേക്ക് കയറണ്ട എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ശിവേട്ടൻ്റെ രാജീവിൻ്റെ സഹോദരിയെ സന്ദർശിക്കാനോ അവരുടെ കാര്യങ്ങൾ നോക്കാനോ ഇങ്ങോട്ടേക്ക് വരുന്നതിൽ എനിക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ വീട്ടിൽ ഭരണം ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും. അതിനനുസരിച്ച് നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇങ്ങോട്ടേക്ക് കയറി വന്നാൽ മതി എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ മനു പറയുന്നുണ്ട്, അച്ഛാ കൊച്ചച്ചാ എല്ലാം വിട്ടേക്ക്, ഇവിടുത്തെ കാര്യങ്ങൾ അങ്കിൾ നോക്കിക്കോളും. നിങ്ങൾക്കിപ്പോൾ വാശിയും വൈരാഗ്യമൊക്കെ കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും എന്ന് പറയണം. അങ്ങനെ കയറി വരാൻ നോക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വൈജയെ റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തുന്നുണ്ട്. അലീനയോട് എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളാനും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവേട്ടൻ ആകെ ദേഷ്യപ്പെട്ടാണ് നിൽക്കുന്നത്, ശിവേട്ടനും രാജീവും കേട്ടോ. അങ്ങനെ അലീനയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, വൈജയെ റൂമിലേക്ക് കൊണ്ടുപോയി കിടത്താനും എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ മനു ആണെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ബാലചന്ദ്രനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഏതൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും തിരിച്ചു പോവാണ്. പിറ്റേ ദിവസം മുതൽ അന്ന് മുതൽ തന്നെ എല്ലാ ചാർജും അലീന ഏറ്റെടുത്തേക്കാണ്. ആ റൂമിൽ തന്നെ താഴെ വിരിച്ചിട്ടാണ് ആ അവളുടെ ബെഡ് കൊണ്ടുവന്നിട്ടാണ് അലീന കിടക്കുന്നത് കേട്ടോ, വൈജയുടെ റൂമിൽ. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, ഞാനും ചേച്ചിയുടെ കൂടെ കിടന്നോട്ടേന്ന് ചോദിക്കുമ്പോൾ മോൾക്ക് ഉറക്കം നഷ്ടപ്പെടില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, അമ്മ ഇവിടെ ഇല്ലേ കിടക്കുന്നത്, എനിക്ക് ചേച്ചിയുടെ കൂടെ ഞാനും കൂടി കിടക്കാം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണയും കൂടി കിടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അലീന എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ പിറ്റേ ദിവസം തന്നെ രാവിലെ ബബിത വീട്ടിലേക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ. അമ്മയെ ഡിസ്ചാർജ് ചെയ്ത് കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുവന്നില്ലല്ലോ, അത് കാരണം ഇങ്ങനെ കടപ്പാട്ടൂരിലേക്ക് തന്നെ തിരിച്ച് വരുന്നുണ്ട്. രോഹിത്ത് വരുന്നില്ല കേട്ടോ, രോഹിത്ത് ഹരിയുടെ കൂടെ അവിടെ തന്നെ നിൽക്കുകയാണ്. ബബിത ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ ഒരുപാട് ദേഷ്യപ്പെടുന്നൊന്നുമില്ല, കാരണം ബബിത വന്നപ്പോൾ നോർമലായിട്ട് തന്നെ സംസാരിക്കുകയാണ്. ബബിതയോട് പറയുന്നുണ്ട്, നീ അലീനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, അമ്മയുടെ മേലൊക്കെ ഡ്രസ്സ് മാറാനും അതുപോലെ തുടയ്ക്കാനും കാര്യങ്ങളിലൊക്കെ നീ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറയുമ്പോൾ, ഞാൻ ഹെൽപ്പ് ചെയ്യാനോ, എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറയണം. അതെന്താ, നിൻ്റെ അമ്മയല്ലേ ആ കിടക്കുന്നത്, അതിനല്ലേ ഹോം നേഴ്സായിട്ട് അവളെ ഉള്ളത്, അവൾ ഹോം നേഴ്സല്ല, എൻ്റെ മോളാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഇവളെന്നൊന്നും വിളിക്കരുത്, നിൻ്റെ ചേച്ചിയാണെന്ന് ഞാൻ പറഞ്ഞതില്ലേ എന്ന് ചോദിക്കാം കേട്ടോ. അങ്ങനെ അലീനയെ പറ്റി മോശമായിട്ട് വീണ്ടും ഇങ്ങനെ ബബിത സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് ബാലചന്ദ്രൻ പറയുന്നത്. അങ്ങനെ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് വൈജയന്തിയുടെ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് ഭയങ്കര മരുന്നിൻ്റെ സ്മെല്ലും അതുപോലെ ഒരു ഇങ്ങനെ മുറിവിൻ്റെയും ഒക്കെ ഒരു സ്മെല്ലൊക്കെ കാരണം ബബിതയ്ക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഓരോ ജോലി ചെയ്യാനൊക്കെ ഭയങ്കര മടിയാട്ടോ. അപ്പം എന്ത് ചെയ്യുമ്പോഴും ഒരു ഇഷ്ടമില്ലാത്ത രീതിയിലാണ് ചെയ്യുന്നത്. അതിന് അലീന വഴക്ക് പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് ബബിതയെ കാണിക്കുന്നത്, നിൻ്റെ അമ്മയാണ് ഈ കിടക്കുന്നത്, അല്ലാതെ വേറെ ആരും ഇല്ല എന്ന് പറയുമ്പോൾ എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല, നീ തന്നെയാണ് ചെയ്താൽ മതി എന്ന് പറയട്ടോ. അപ്പോൾ അലീനയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. സ്വന്തം അമ്മയെ പരിചരിക്കാൻ പോലും നിന്നെക്കൊണ്ട് പറ്റത്തില്ലെന്ന് ചോദിക്കുമ്പോൾ, ഓ നീ പിന്നെ വലിയ അമ്മയെ പരിചരിച്ച് നല്ല പരിചയമുള്ളതാണല്ലോ, എൻ്റെ അമ്മയെ എനിക്ക് അറിയാൻ പരിചരിക്കാൻ, നീ ഇവിടെ നിൽക്കണം, നീ പൊക്കോന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ കണ്ടു നീ ഇങ്ങനെയല്ലേ പരിചരിക്കുന്നത്, ഓ നീ പിന്നെ അച്ഛൻ്റെ അവിഹിത സന്തതിയല്ലേ, നിനക്ക് എന്ത് വേണമെങ്കിലും ആവാലോ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ അവളെ ഹരാസ് ചെയ്തുകൊണ്ട് മോശമാക്കി സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ. വൈജയെ ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനോ ഒന്നും കൂട്ടാക്കുന്നില്ല. വൈജ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. വൈജയ്ക്ക് ഭയങ്കര സങ്കടവും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന ഒരൊറ്റ തല്ല് കൊടുക്കുന്നുണ്ട് ബബിതയെ. നീ എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയണത്, നിനക്ക് വല്ല ബോധമുണ്ടോ എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ ബബിതയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരും. നീ എന്നെ തല്ലിയോ, നിന്നെ ശരിയാക്കി തരാമെന്നൊക്കെ പറയുമ്പോൾ, നീ എന്ത് ചെയ്യാനോ പോണത്, നിൻ്റെ അമ്മയാണ് ഈ കിടക്കുന്നത്, അമ്മയെ ഹെൽപ്പ് ചെയ്യാനോ വേണ്ടിയിട്ടാണ് അമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാനാണ് നിന്നെ വിളിച്ചത്, നിനക്ക് അരയ്ക്കുന്നോ ഇങ്ങനെ അമ്മ കിടക്കുന്നത് കണ്ടിട്ട് എന്നൊക്കെ ചോദിക്കാം കേട്ടോ.
അങ്ങനെ ദേഷ്യപ്പെടുകയാണ്. ബബിത പിന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. നീ പൊക്കോ, ഞാൻ തന്നെ ചെയ്തോളാം, എനിക്കറിയാം അമ്മയെ നോക്കാൻ എന്ന് പറയണം. അങ്ങനെ അലീനയാണ് അമ്മയെ പിന്നെ ബബിതയെ ഒഴിവാക്കിയും കൊണ്ട് പിന്നെ കൃഷ്ണ വന്ന് സഹായിക്കുന്നുണ്ട് അലീന അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പിന്നീട് അലീന അവിടെ തന്നെയാണല്ലോ കിടക്കുന്നത്. കൃഷ്ണ പിന്നെ ബബിതയെ വന്നപ്പോൾ അങ്ങോട്ടേക്ക് മാറി കേട്ടോ. അങ്ങനെ അലീന അവിടെ എല്ലാ കാര്യങ്ങളും ബബിതയെ നമ്മുടെ വൈജയെ നോക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തുകൊണ്ട് അവിടെ തന്നെ ഇങ്ങനെ കിടക്കുകയും ഒക്കെയാണ്. ആ സമയത്ത് രേവതിക്കുട്ടിയെ വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സംസാരമൊക്കെ വൈജ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലൂടെ വൈജയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽസ് സ്റ്റോറി ഞാൻ ഉടനെ തന്നെ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ.